കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞു ഈ വണ്ണം വെച്ചിട്ട് ഡെഫിനറ്റ്ലി അത് എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ്. ആക്ച്വലി അതൊരു മിസ്കൺസെപ്ഷൻ ആണ്. ഒരു 100 രൂപയുടെ ലുങ്കി, ബ്ലൗസിന് ഒരു 200 രൂപ ആണ്. അങ്ങനെ ഒരു 300 രൂപയുടെ കോസ്റ്റ്യൂമിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അത് പോയ സമയത്ത് നമുക്ക് സ്റ്റേറ്റിൽ പ്രൈസ് വന്നു, സെക്കൻഡ് പൊസിഷൻ വന്നു. പിറ്റേ വർഷം അത് ഒരുപാട് ആൾക്കാർ വേറെ സ്കൂളുകൾ അത് റീക്രിയേറ്റ് ചെയ്ത് വന്നു. വെളുത്തിരിക്കുന്നതാണ് ഭംഗി എന്നുള്ളതിനോട് എനിക്ക് പൊതുവെ അഭിപ്രായമില്ല. പക്ഷേ വെളുത്തതാണ് ഭംഗിയെന്ന് അഭിപ്രായമുള്ള 1000 ആളുകളുടെ മുന്നിലേക്കാണ് ഈ പിള്ളേർ ചെല്ലുന്നത്. സത്യഭാമ ടീച്ചറുടെ കാര്യമാണ്. ടീച്ചർ പറഞ്ഞതിൽ ഒരു കാര്യം കറക്റ്റാണ്. കാര്യം ആകാര സുഷമ എന്ന് പറയുന്ന ഒരു കോളം സ്റ്റിൽ കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവ മാനുവലിലുണ്ട്. അത് എന്നോ തട്ടിക്കളയേണ്ട കാര്യം തന്നെയാണ്. അത് ഉള്ളിടത്തോളം കാലം ആകാര ഭംഗിയിൽ കുട്ടികളെ പ്രസന്റ് ചെയ്യാനേ അധ്യാപകർ ശ്രദ്ധിക്കത്തുള്ളൂ. ഞാൻ കളർ നോക്കിയല്ല സെലക്ഷൻ വെക്കാറ്. എൻ്റെ നൃത്തത്തിൽ കളർ കുറഞ്ഞവരും വെളുപ്പോ കറുപ്പോ എന്നുള്ളതല്ല, ഞാൻ ടാലന്റ് തന്നെ നോക്കുക. പിന്നെ ഞാൻ ചില ഫീച്ചേഴ്സ് നോക്കാറുണ്ട്. ഇപ്പോൾ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഐസൊക്കെ ഇച്ചിരി വലുതാണെങ്കിൽ എക്സ്പ്രസീവ് ആണ്. നമുക്ക് പുറത്തോട്ട് പണ്ടത്തെ നാടകം പോലെ ഇപ്പം 100 മീറ്റർ പുറകിലിരിക്കുന്ന ഒരു ഓഡിയൻസിനും അത് കാണണമെങ്കിൽ കുട്ടിയുടെ മുഖം ഇച്ചിരിയുടെ വലുപ്പമുണ്ട്, പ്ലസൻ്റ് ആണെങ്കിൽ കണ്ണൊക്കെ ഇച്ചിരി എക്സ്പ്രസീവ് ആണെങ്കിൽ ഞാൻ അങ്ങനെയുള്ള കുട്ടികളെ സെലക്ട് ചെയ്യാറുണ്ട്. ബ്രൈബ് കേസുകൾ ഇതിനകത്തുള്ളത് തന്നെയാണ്. ഞാനും പലപ്പോഴും പിന്നെ ഇതിന് കൊടുക്കേണ്ടി അല്ലെങ്കിൽ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 7 lakhs ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോ സ്കൂളുകൾ വരുന്നത്. അമ്പിളിദേവി പെർഫോം ചെയ്തത് അവർ കണ്ടിരുന്നില്ല. അവിടെ കൂടെ നിന്ന ആൾക്കാർ പറഞ്ഞ മറ്റേ ആളൊന്നും ചെയ്തിട്ടില്ല, ഒട്ടും ചെയ്തിട്ടില്ല. പിന്നീട് പുള്ളിക്കാരി തന്നെ പറഞ്ഞു ഞാനത് കണ്ടിരുന്നില്ല, ബാക്കിയുള്ളവർ എന്നെ ട്രിഗർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണെന്ന്. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി ജനിക്കുന്നതിനെ കഴിഞ്ഞും നല്ലത് ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ട്രാൻസ്ജെൻഡർ ജനിക്കുന്നത്. കൊറിയോഗ്രാഫറും നൃത്ത അധ്യാപകനുമായ ജോമറ്റാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ജോമറ്റെ, ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ, അതായത് നന്ദനത്തിൻ്റെ സംഘനൃത്തം ഭയങ്കര വൈറലായപ്പോഴാണ് ജോമറ്റിനെ കാണുന്നതും ജോമറ്റിന് അത് ഭയങ്കര വൈറലായിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് ഒന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ആ ഒരു തീം ഇപ്പം ഇതൊക്കെ അനുവദിക്കുമോ സ്കൂളിൽ? പണ്ട് നമ്മൾ സംഘനൃത്തം പറയുമ്പോഴേ സിനിമാ പാട്ട് പാടില്ല എന്ന് പറയും. സിനിമാ പാട്ടാണെങ്കിൽ മാർക്കില്ല. അതാണ്. സംഘനൃത്തത്തിന് ഒരു പാറ്റേൺ ഉണ്ട്. അതായത് വേറൊരു തരത്തിലുള്ള ഒച്ച കൂടിയ, ഒച്ച കുറഞ്ഞ, താളം ഭയങ്കരമായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എന്റെ സംശയം ഇങ്ങനെയൊക്കെയോ എന്നുള്ളതായിരുന്നു. എന്താണ് സംഭവം? അത് ഒരു സത്യം പറഞ്ഞാൽ അതൊരു ഞാൻ പൊതുവെ ഇത്തരം അൺകൺവെൻഷണൽ തീംസ് എടുക്കുന്ന ആളാണ്. എന്നെ തന്നെ മുന്നേ വന്ന കൊറിയോഗ്രാഫീസ് രമണൻ, ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ മൂവി റിലേറ്റഡ് തന്നെയാണ്. പക്ഷേ അത് സെയിം ടൈം ലിറ്ററേച്ചറുമാണ് അല്ലേ? ചെമ്മീൻ, തകഴിയുടെ ചെമ്മീൻ. അപ്പോൾ ആദ്യമായിട്ടാണ് നന്ദനം ഒരു ലിറ്ററേച്ചർ അല്ലാണ്ട് ഒരു ഫുൾ ബേസ്ഡ് മൂവി തന്നെ എടുത്തത്. അപ്പോൾ ആളുകളുടെ മേ ബി ഞാൻ ആദ്യത്തെ ഒരു ഐറ്റമായിട്ട് ഒരിക്കലും നന്ദനം എടുക്കത്തില്ലായിരുന്നു. ചെമ്മീനൊക്കെ അത്യാവശ്യം സക്സസ് ആയി ആളുകൾ അംഗീകരിച്ചു എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ചാടിക്കയറി എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. പിന്നെ തൃശ്ശൂരായിരുന്നത് കൊണ്ട് ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്റ്റോറി ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ട് ബാലാമണി ചെയ്തുകൂടാന്ന് തീരുമാനിച്ച് അതിലേക്ക് പോയി ചാടിക്കയറുന്നതാണ്. പിന്നെ ശരണ്യ പറഞ്ഞതുപോലെ സംഘനൃത്തം എന്ന് പറഞ്ഞാൽ കുറേ കിരീടവും എല്ലാം തലയിൽ വലിച്ചു കെട്ടി കുറേ പുരാണ സ്റ്റോറീസ്. അപ്പം അങ്ങനെ ഒരു ഇതിൽ നിന്ന് ആളുകളുടെ ഓഡിയൻസിൻ്റെ എനിക്ക് തോന്നുന്നത് ഓഡിയൻസ് കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. കാലത്തിനനുസരിച്ചുള്ള ചേഞ്ചുകൾ, ആസ്വാദന രീതിയൊക്കെ മാറിയിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇതിപ്പം ഇത്രയും ഹിറ്റായത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരുടെ ഡ്രസ് കോഡ് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ജോമറ്റ് തന്നെയായിരുന്നോ വരികളും കൊറിയോഗ്രാഫി? അതെ, ലിറിക്സും കൊറിയോഗ്രാഫിയും ഞാനാണ്. നന്ദനം പിന്നെ ഗ്രൂപ്പ് ഡാൻസിൻ്റെ. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ കാര്യം ചോദിച്ചാൽ അതും പർപ്പസ്ഫുള്ളി അതിലേക്ക് പോയി ചാടിക്കയറുന്നത് തന്നെ. വേണമെങ്കിൽ സാധാ സംഘനൃത്തത്തിൻ്റെ പോലത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് നന്ദനം പ്രസൻറ്റ് ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം അത് എന്തുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തുകൂടാ, അപ്പം അതൊരു വെറൈറ്റി ആയിട്ട് മാറി നിൽക്കും എൻ്റെ ഒരു കോൺഫിഡൻസ് നിന്നാണ് വളരെ ലൈറ്റായിട്ടുള്ള പാവാടയും ബ്ലൗസിലേക്ക് എത്തിയത്. ഓക്കെ. ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞപ്പം ഞാൻ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഈ ജോമറ്റിൻ്റെ തന്നെ മുന്നേ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ചെമ്മീനാവട്ടെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു മൊയ്തീൻ്റെ കാഞ്ചനമാല ആവട്ടെ, രമണൻ ആവട്ടെ, ഇതേതും ഡ്രസ്സ് എല്ലാം ഭയങ്കര മിനിമലൈസ് ആണ്. പക്ഷേ ഈ പറയുന്ന ടിപ്പിക്കൽ, അതായത് എന്താണോ എനിക്ക് ആ മൊയ്തീൻ്റെ കാഞ്ചനമാലയിലെ അതിലെ ആ ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ അത് ആ പാർവതി എങ്ങനെയായിരുന്നോ ആ ഒരു കാഞ്ചനമാലയായിട്ട് നിന്നത് അത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളുടെ കോൺഫിഡൻ്റ് ആണ്, ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഒരു കൊറിയോഗ്രാഫറിൻ്റെ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഇത് കാശ് മുടക്കുന്ന ഒരു സ്കൂളുകാരുണ്ട്, ഇവരെ നമ്മൾ കൺവേ ചെയ്യിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടേ എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഈ പ്രാവശ്യം നന്ദന് പറഞ്ഞു അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും അറിയാൻ ചെന്നാൽ അത് ഹിറ്റ് ആവണം ഇല്ല. സത്യമാണത്. അപ്പൊ നമ്മൾ ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതായത് ഇല്ല നമുക്കിത് പോവുകയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നത്? അതായത് ഞാൻ 2018 തൊട്ട് കാർമൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ് കൊറിയോഗ്രാഫറായിട്ട്. അപ്പോൾ ആദ്യത്തെ എൻ്റെ വർക്കായിരുന്നു ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഈ ലുങ്കിയും ബ്ലൗസും ഇട്ട് മാത്രമാണ് വന്നത്. എല്ലാം കൂടെ ഒരു 100 രൂപയുടെ ലുങ്കി, ഒരു ബ്ലൗസിന് ഒരു 200 രൂപ, അങ്ങേറ്റം ഒരു 200 രൂപ ആയിട്ട് കാണും. അങ്ങനെ ഒരു 300 രൂപയുടെ കോസ്റ്റ്യൂമിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്തും അയ്യോ ഇത് എറിക്കുമോ എന്നുള്ള സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു, സെയിം ടൈം സ്കൂൾ മാനേജ്മെൻറ്റിനും ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം അവർ ആ കൊറിയോഗ്രാഫറുടെ കോൺഫിഡൻസിന് അവരും കൂടെ കൂട്ടു നിന്നു എന്ന് തന്നെ പറയാം. അപ്പം അവർ തന്നൊരു എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അത് പോയ സമയത്ത് നമുക്ക് സ്റ്റേറ്റിൽ പ്രൈസ് വന്നു, 2nd പൊസിഷൻ വന്നു. പിന്നെ പിറ്റേ വർഷം അത് ഒരുപാട് ആൾക്കാർ വേറെ സ്കൂളുകൾ അത് റീക്രിയേറ്റ് ചെയ്ത് വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, അപ്പോൾ നല്ല തീം, ശക്തമായ തീമാണെങ്കിൽ അതിന് യോജിച്ച കോസ്റ്റ്യൂം കൊടുത്താൽ അതും സ്റ്റേജിലേറിക്കും, അത് ആളുകൾ അംഗീകരിക്കും എന്നുള്ളത് എനിക്കൊരു കോൺഫിഡൻസ് ആയി. ആക്ച്വലി ചെമ്മീൻ തന്ന ഹ്യൂജ് ഒരു മാസീവ് ഹിറ്റിൽ നിന്നാണ് ഞാൻ പിന്നീട് ഈ നന്ദനം വരെ എത്തി നിൽക്കുന്നത്. സെയിം ടൈം പിന്നെ ഈ പറയുന്ന കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് വരുന്ന തീമുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വൈശാലി, ലാസ്റ്റ് ഇയർ വന്ന സൂര്യൻ, ഇതെല്ലാം കളർഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പം മാക്സിമം സബ്ജക്റ്റ് ഏതാണോ എടുക്കുന്നത് അതിന് ഓക്കെ ആവുന്ന കോസ്റ്റ്യൂംസ് കൊടുക്കുക, അത് തന്നെ ശ്രദ്ധിക്കാറ്. എനിക്കത് ചോദിക്കാത്തൊരു മടിയുണ്ട്. കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞു ഈ വണ്ണം വെച്ചിട്ട് അല്ല വേറെ ഒന്നുമല്ല, അത് ഞാൻ അങ്ങനെ ചോദിച്ചാൽ വണ്ണമുള്ളവർ കളിക്കാറുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ പിള്ളേരെ ഇത് കാണിച്ചു കൊടുക്കും. ഡെഫിനറ്റ്ലി അത് എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ്. ആക്ച്വലി അതൊരു മിസ്കൺസെപ്ഷൻ ആണ്, വൈഡ്ലി സ്പ്രെഡ് മിസ്കൺസെപ്ഷൻ ആണ്, ഈ കൊറിയോഗ്രാഫർ ഷുഡ് ഡാൻസ്. പക്ഷെ അങ്ങനെയല്ല. എ കൊറിയോഗ്രാഫർ ഈസ് എ പേഴ്സൺ ഹു അലൈൻസ് ഡാൻസ് സ്റ്റെപ്സ് അക്കോർഡിംഗ് ടു ദ റിതം. അതായത് ഈ കൊറിയോഗ്രാഫർ ഡാൻസർ ആവണം എന്നില്ല, എല്ലാ ഡാൻസേഴ്സും കൊറിയോഗ്രാഫർ ആകണം എന്നുമില്ല. കൊറിയോഗ്രാഫറുടെ കയ്യിലെ ടൂളാണ് ഡാൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് പെർഫെക്റ്റ് ആയിട്ട് മേ ബി ഒരു അരമണിക്കൂർ ഒരു കൺസേർട്ട് നടത്താനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ബട്ട് എൻ്റെ സ്റ്റുഡൻസിനെയും കൊണ്ട് എനിക്കത് ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ സെയിം കേസ് ഞാൻ ആദ്യമായിട്ട് ഒരിക്കൽ പയ്യന്നൂർ കോളേജ് അറിയാലോ, കോളേജിൽ ഞാൻ അവിടെ ഒരു 10 വർഷത്തോളം ഞാൻ അവിടെ കൊറിയോഗ്രാഫറായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്നെ ഒരാൾ സജസ്റ്റ് ചെയ്താണ് അവിടെ ചെല്ലുന്നത്. ആ ചെന്ന സമയത്തും അവിടുത്തെ സാർ എന്നെ കണ്ടിട്ട് എന്നെ സജസ്റ്റ് ചെയ്ത ആളോട് ചോദിച്ചു, ഈ പുള്ളിയെ തന്നെയാണോ ഉദ്ദേശിച്ചത്, ആള് മാറിയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഇത് തന്നെയാണ് ആള്, പുള്ളി ചെയ്തോളൂ, ഒരു ചാൻസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ അവിടെ ഒരു 10 ഇയേഴ്സോളം അവിടെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ലാസ്റ്റ് അവിടുന്ന് ഇറങ്ങുന്നത്. അപ്പം തടിയും ഇതുമായിട്ട് കണക്ഷൻ ഇല്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അല്ല, ഞാൻ എല്ലാവരുടെ ഒരു സംശയമായിരിക്കും ഇപ്പം നമ്മുടെ ഇന്റർവ്യൂ കാണുമ്പോഴും എങ്ങനെ നിങ്ങൾ ഇത്, കാരണം ആ പിള്ളേരുടെ സ്റ്റെപ്പ് എല്ലാം ഹൈലി വൈബ്രന്റ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, എന്താ പറയുന്ന അതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് അല്ല ഈ ലെവലിൽ കാണിച്ചെങ്കിൽ അവർക്ക് ഈ ലെവലിൽ ചാടാൻ പറ്റും. ശരിയാണ്. അത് ആക്ച്വലി ഞാൻ ചെറുപ്പം തൊട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്, ഭയങ്കര ഡാൻസറാണ്. എനിക്ക് ഒരുപാട് ഡാൻസ് ലെവലിൽ പ്രൈസസ് ലഭിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് എനിക്കറിയാം ഒരു റിതം കേട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ കൊറിയോഗ്രഫി ചെയ്യണമെന്നും ഡാൻസ് എന്ന ലാംഗ്വേജിലൂടെ അത് സ്റ്റുഡൻസിലേക്ക് ഹവ് ടു കൺവേ എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാനത് ചെയ്യും. അപ്പോൾ അത് സ്റ്റുഡൻസ് അത് ഗ്രാസ്പ് ചെയ്തെടുക്കാറുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റാണ് സ്റ്റേജിൽ കിട്ടുന്നത്. അപ്പം പിന്നെ കൊറിയോഗ്രഫി ചെയ്യുക, ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ഹെർക്കുലിയൻ ടാസ്ക് അല്ല. കൊറിയോഗ്രഫി എനിക്ക് ടെൻഷനാണ്, വണ്ണം ഉണ്ടെങ്കിൽ കളിക്കാൻ പറ്റുമോ, വണ്ണമില്ലെങ്കിലും കളിക്കാൻ പറ്റത്തില്ല എനിക്ക്. ഞാൻ പെർഫോം ചെയ്യുന്നതാണ്, റീൽസ് എടുക്കാറുണ്ട്, ഒക്കെ ഉള്ളതാണ്. പിന്നെ മത്സരം പോലുള്ളതിൽ ഒരുപാട് പെർഫെക്ഷനും ഒരുപാട് പ്രാക്ടീസും ആവശ്യമാണ്. അതിലേക്ക് നിൽക്കാറില്ല, അതിൽ കൊറിയോഗ്രഫി സൈഡ് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പിന്നെ ജോമറ്റ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ നെയിം അല്ലേ? യെസ്, ക്രിസ്ത്യനാണ്. അല്ല, നിങ്ങൾ അങ്ങനെ പൊതുവെ ഇത്തരം വേദികളിൽ കാണാറില്ല. അല്ല, ഞാൻ എന്ത് ഡൗട്ടായിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കുന്നത്. ഇപ്പോൾ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ കസിൻസ് ആരും ഇന്ത്യയിലില്ല, എല്ലാവരും +2 കഴിഞ്ഞ് അപ്ലൈ UK, കാനഡ, USA അങ്ങോട്ടൊക്കെ ഇത് മൂവ് ചെയ്ത് പോവുകയാണ്. അപ്പം ഞാനും എൻ്റെ ബ്രദറും മാത്രമേ ആക്ച്വലി നാട്ടിലുള്ളൂ. ബ്രദർ ബിസിനസ്സായിട്ട് നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ട് എന്തെങ്കിലും ആരുടെ അണ്ടറിൽ വർക്ക് ചെയ്യണമെന്നില്ലായിരുന്നു. എനിക്ക് സംതിങ് എനിക്ക്
എനിക്ക് തോന്നുമ്പോൾ ലീവ് എടുക്കണം. ഉം. എനിക്ക് ഒരു ദിവസം പോകണ്ടെങ്കിൽ എനിക്ക് പോകണ്ട. ഈ ഫീൽഡിൽ അത് പറ്റും. പിന്നെ സംതിങ് നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മുടെ ഒരു കുട്ടികൾ സ്റ്റേജിൽ പെർഫോം ചെയ്ത് കാണുമ്പോൾ അത് ഒരു 10 പേര് നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം ആ ഒരു എനർജിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇതിലോട്ട് അല്ല അപ്പൊ ഈ സ്റ്റിക്ക് ഓൺ സ്കൂൾ ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ നിൽക്കുന്നത്. പോലെ കസിൻസ് ഒക്കെ വെളിയിലാണെന്ന് ആ പറഞ്ഞു. അപ്പൊ പേരൻസ് ഓട്ടോമാറ്റിക്കലി നീ ഇങ്ങനെ ഡാൻസ് നമ്മുടെ നാട്ടിലല്ല തന്നെ നീ ഇങ്ങനെ പാട്ടും പാടി തുള്ളി നടന്നോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെയുണ്ട്. അല്ല, പേരൻസ് എൻ്റെ പേരൻസിനെ സംബന്ധിച്ച് ചെറുപ്പം തൊട്ടേ അവർക്ക് എനിക്ക് ആവശ്യമുള്ളത് ചെയ്യാം. അങ്ങനെ വളർത്തുന്നത്. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ പപ്പ മമ്മി എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരത് നോ പറയത്തില്ല. ഇപ്പോൾ +2 കഴിഞ്ഞും ഞാൻ ഇന്ന കോഴ്സ് എടുക്കുകയാണ്, ഞാൻ ഇന്ന രീതിയിൽ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, നീ അത് ഓക്കെ ആണെങ്കിൽ നീ അത് ചെയ്തോന്ന്. അപ്പം എന്നെ ഒന്നിനും കമ്പൽ ചെയ്തിട്ടില്ല, ബ്രദറിനെയും കമ്പൽ ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു കോൺഫിഡൻസ് എന്നായിരിക്കും മേ ബി ഇവരെന്നെ ടിപ്പിക്കൽ പാരൻസിനെ പോലെ ഇന്നത് +2 കഴിഞ്ഞ് അങ്ങനെ പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മേ ബി ഞാനും ഈ ഫീൽഡിലോട്ട് എത്താണ്ടായിപ്പോയേനെ. ബട്ട് ഇപ്പം അവർ സാറ്റിസ്ഫൈഡ് ആണ്, ബിക്കോസ് ഐ എം ഏണിങ് മച്ച്. കാനഡ UK ഒക്കെ പോയവരെ കഴിഞ്ഞും ഞാൻ നാട്ടിൽ നിന്ന് അതിനെ കഴിഞ്ഞും സമ്പാദിക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല കാനഡയിൽ പോയാലും നിങ്ങൾക്ക് കുടുംബക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതാണ് ഇതിപ്പോൾ എന്നെ എല്ലാവർക്കും അറിയാം. ജോമറ്റിന് എല്ലാവർക്കും അറിയാം. പിന്നെ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട് അബ്രോഡ്, പിന്നെ UK USA ന്യൂസിലൻഡ് എല്ലാം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നാട്ടിൽ വരുമ്പം നമ്മളെ കാണും. അതായത് ഓൺലൈനിൽ ഇരുന്ന് നമ്മളവിടെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പം പാരൻസും എല്ലാം സാറ്റിസ്ഫൈഡ് തന്നെയാണ്. ഓക്കെ ജോമറ്റെ, പിന്നെ ഈ പറയുന്ന നൃത്തം ഇപ്പം വേറൊരു നാടോടി നൃത്തവും ഇറക്കിയിരുന്നു. നാടോടി നൃത്തത്തിൽ മറ്റേ ഒരു ഒറിജിനൽ സംഭവം അമ്മ പോലീസുകാരിയുടെ വനിതാ പോലീസുകാരി, പിന്നെ റാം കെറോഫ് ആനന്ദിലെ മല്ലി എന്ന് പറഞ്ഞ കഥാപാത്രം. ഇത് രണ്ടും നാടോടി നൃത്തത്തിന്റെ ഇതായിട്ട് കൊണ്ടുപോകും. ഇപ്പൊ ഞാൻ ആദ്യം ചോദിച്ച പോലെ തന്നെ നാടോടി നൃത്തത്തിന് നമുക്കുണ്ട് അയ്യോ അരുവാള്, കരച്ചില്, മട വീഴുന്നു, പുറം. ഇതാണ് ഇതും ഒരു പൊളിച്ചെഴുത്ത് തന്നെയല്ലായിരുന്നു? ഡെഫിനറ്റ്ലി. അതിലൊരു പോലീസ് കോൺസ്റ്റബിളായിട്ട് പോലീസ് കാക്കി വേഷത്തിലാണ് നർത്തകി സ്റ്റേജിൽ വരുന്നത്. അതെന്നെ സംബന്ധിച്ച് വെല്ലുവിളിയായിരുന്നു. ചില സ്റ്റേജുകളിൽ അയ്യോ ഇതൊരു നാടോടി നൃത്തമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ സ്റ്റേജുകളുണ്ട്. ബട്ട് അതിൽ നിന്നൊക്കെ നമ്മൾ കയറി വന്നു, അത് സ്റ്റേറ്റിലെത്തി. അവിടെ ഇരുന്നവർക്ക് നമുക്ക് ചില സമയത്ത് 3 ജഡ്ജസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാം, ഒരു 3000 ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ട്. ചിലപ്പം 3000 ഓഡിയൻസിന് നമുക്ക് ക്ലാപ്പ് അടിക്കും, ആ ഇരിക്കുന്ന 3 ജഡ്ജസിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല ത്രൂ അവർ പെർഫോമൻസ്. ഇതെന്തോ ജഡ്ജസിനും ഇഷ്ടമായി, ഓഡിയൻസിനും ഇഷ്ടമായി. മേ ബി അത് വേറെ മറ്റു ചില ജഡ്ജസ് ഇരുന്നാൽ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടും പോകാം. അപ്പം ആ കുട്ടിയുടെ ടൈമും കൊണ്ടും എൻ്റെ ടൈമും കൊണ്ടും അതെന്തോ സ്വീകരിച്ചു, സന്തോഷം. പിന്നെ റാം കെറോഫ് ആനന്ദി ആക്ച്വലി ആ നോവൽ വായിച്ച സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര വായിച്ചിട്ടുണ്ടല്ലോ അഖിൽ പി ധർമ്മജൻ. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ പറയുന്ന മല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ഫോക്ക് ഡാൻസ് ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം പുള്ളി എന്നോട് ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ബ്രോ അതിനെന്താ, അത് ചെയ്യൂ, എനിക്കും സന്തോഷമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ട്രാൻസ്ജെൻഡർ ക്യാരക്ടറാണ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഹെയ്തി സാദിയ എന്ന് പറഞ്ഞ്, അറിയായിരിക്കും, ആക്ടിവിസ്റ്റ്. അപ്പോൾ ഹെയ്ദീൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോഴാണ് ആളിങ്ങനെ പറഞ്ഞു നല്ല കാര്യമാണ്, കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഒരു സപ്പോർട്ടും ഒക്കെ ആകും. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അതിൻ്റെയും ലിറിക്കൽ സൈഡ് ഞാൻ തന്നെയാണ് ചെയ്തത്. ഇപ്പം എൻ്റെ ഒരു വലിയ സംശയമല്ല, അതായത് ഇപ്പം പറഞ്ഞു ഈ പൊളിച്ചെഴുത്ത് നടത്തി ഓൾറെഡി ഒരു ടിപ്പിക്കലായ സാധനത്തിൽ നിന്ന് നമ്മൾ പൊളിച്ചെഴുത്ത് നടത്തി, അതായത് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ കുറെ കൂടെ. പക്ഷെ ഇപ്പോഴും പൊളിച്ചെഴുതാൻ എൻ്റെ മനസ്സിലാണ് കേട്ടോ, ഓഡിയൻസ് ആസ് എ പേഴ്സൺ ഞാനൊരു ഓഡിയനാണ്, ഓക്കെ, അല്ലാണ്ട് ഞാനൊരു വേറെ ജഡ്ജ് ഒന്നുമല്ല. ഇപ്പോഴും ഈ സംഘഗാനവും ഈ പറയുന്ന നാടോടി നൃത്തവും ഒക്കെ ഇപ്പോഴും ഒരു ഇതിലാണ് പോകുന്നത്. ഒരു കഥയുണ്ട് അതിനകത്ത്, അതായത് ആ കഥ എപ്പോഴും ഒരു നഷ്ടം, ഒരു കൊലപാതകം, അലവച്ച കാറച്ച, ഇതിനൊരു ട്യൂണും ഒക്കെ സെയിമാ. മറ്റേ നമ്മൾ പറയാം ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുന്ന ഇത് ഈ ട്യൂൺ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ അതേ ഒരു ട്യൂൺ സെറ്റ് ചെയ്ത് വെച്ചു, അതങ്ങ് പിന്നെ ബാക്കിയുള്ളവർ ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് വന്നു. അങ്ങനെ ആ ഒരു രീതി തന്നെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും കണ്ട് പരിചയിച്ച ഇതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വേറിട്ട് ചെയ്യുമ്പോഴാണല്ലോ, അല്ല അതിൽ നിന്ന് ഈ മ്യൂസിക് എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് ലിറിക്സ് അല്ല, ഞാനിപ്പോൾ ലിറിക്സ് നിങ്ങൾ മാറ്റി, നിങ്ങൾ കോസ്റ്റ്യൂം മാറ്റി, നിങ്ങൾ കുറെ കൂടെ ഇതായി. പക്ഷെ അപ്പോഴും ആ ഒരു, അതായത് ഓൾറെഡി ഒരു സാധനമുണ്ട്, എന്താ വേണ്ടത്, സംഘഗാനം ഇപ്പൊ ശരിയാക്കി തരാം, ഇതിലേക്ക് പെറുക്കി ഇട്ടാൽ മനസ്സിലായോ? മ്യൂസിക്കിൽ ഇപ്പോൾ ഒരുപാട് ഇന്നോവേറ്റീവ് ഐഡിയാസ് വരുന്നുണ്ട്. സംഘനൃത്തത്തിന്റെ ആണെങ്കിലും ഞാൻ തന്നെ ഈ വർഷം ചെയ്ത മത്സ്യം എന്ന് പറഞ്ഞൊരു ഹയർ സെക്കൻഡറി സെക്ഷനിൽ കളിച്ച ഒരു സംഘനൃത്തം ഉണ്ടായിരുന്നു. അത് ടിപ്പിക്കലായിട്ട് സാധാരണ കണ്ടുവരുന്ന ഒരു ഇൻസ്ട്രുമെൻസോ ഒരു മ്യൂസിക് പാറ്റേണോ അതിൽ യൂസ് ചെയ്തിട്ടില്ല. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് വന്നത്. ചിലർക്ക് നെറ്റ് ചുളിച്ചു,
ചിലരത് അക്സെപ്റ്റ് ചെയ്തു. രണ്ടും ഉണ്ട്. എപ്പോഴും പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് ആളുകൾക്ക്. വൺസ് അത് ഹിറ്റായി കഴിയുമ്പോൾ അയ്യോ സൂപ്പർ എന്ന് പറഞ്ഞ് അത് കൈനീട്ടി സ്വീകരിക്കുന്നതും ഉണ്ട്. അപ്പം ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ മാക്സിമം എൻ്റെ ഐറ്റംസ് ആലോചിക്കാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ ശരണ്യ പറഞ്ഞ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അതായത് ഒരു അലറി വിളി കരച്ചിൽ, ഒരു വീഴ്ച ഇല്ലെങ്കിൽ നാടോടി നൃത്തം ഇൻകംപ്ലീറ്റ് ആണെന്നുള്ള ഒരു ടിപ്പിക്കൽ തോട്ടുണ്ട്. അത് കൊറിയോഗ്രാഫേഴ്സിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും. അത് പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെയാണ് ആദ്യം തീരുമാനിക്കേണ്ടത് നമുക്ക് അതിൽ നിന്ന് മാറ്റി ചെയ്യണം എന്നുള്ളത്. ഞാൻ മാക്സിമം സന്തോഷമായിട്ടുള്ള ഫോക്ക് ഡാൻസുകൾ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതായത് കരച്ചിലും അലറിവിളി, പീഡനം, ഒന്ന് കാസ്റ്റിന്റെ എല്ലാം മട വരുന്നു, തമ്പുരാൻ വരുന്നു, പീഡിപ്പിക്കുന്നു, പെണ്ണ് കരയുന്നു, തലയരിയുന്നു. അതല്ലാണ്ടുള്ള ഒരുപാട് ഫോക്ക് ഡാൻസസ് വന്നിട്ടുണ്ട്. ബട്ട് കൂടുതലും വരുന്നത് ശരണ്യ പറഞ്ഞ കറക്റ്റാണ്, ഈ അലറി വിളിക്കലും കരച്ചിലും വീഴ്ചയും തന്നെയാണ്. അതിൽ നിന്നൊരു മാറ്റം തന്നെയാണ് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാനത് ചോദിക്കാൻ കാരണം ഞാനൊക്കെ 90s കിഡ്സാണ്. നമ്മളുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ സ്റ്റേജിൽ ഇതൊക്കെയാണ് വലിയ കലയായിട്ട് വരുന്നത്. നമ്മൾ അന്നൊരു എന്താ പറയുക എക്സ്ട്രാ ഒരു ഇത് വിട്ട് കഴിഞ്ഞാൽ സിനിമാ പാട്ട് അല്ലെങ്കിൽ പറയുന്ന ആൽബം പാട്ട്, അന്നേരം കലാഭമണിയുടെ സോങ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ല, നമ്മളെ കൊണ്ട് കളിപ്പിക്കത്തില്ല. അത് മത്സര ഇനമേ അല്ല, അല്ലെങ്കിൽ നമ്മൾക്കൊന്നും അതിനൊരു ഇതില്ല എന്ന് പറഞ്ഞ് നമ്മളെ വെട്ടിയിട്ടുണ്ട്. അപ്പോഴേ ഇങ്ങനെ ഓരോ സ്കൂളുകൾ ഇപ്പം മത്സരിക്കാൻ പോകുന്നുണ്ട്. ഈ മത്സരിക്കാൻ പോകുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അരോചകമായിട്ട് ഇന്നും തോന്നുന്ന ഒരു കാര്യം, കലോത്സവ വേദികളിൽ കുട്ടികൾ അമിതമായി മേക്കപ്പ് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ മേക്കപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ. അത് ആസ് എ പേഴ്സൺ, ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ പേഴ്സൺ, എനിക്കത് ഭയങ്കര അരോചകമാണ് തോന്നുന്നത്. ഇങ്ങനെ കണ്ടിട്ടില്ലേ 3-4 തട്ടൊക്കെ വെച്ചിട്ട് കിരീടമൊക്കെ വെച്ച്, എനിക്ക് ആ കുട്ടികളോട് അനുകമ്പയാണ് തോന്നുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടേതൊരു ഇത് വന്നത്. അപ്പം നമുക്ക് എന്താണ് ഇനി നെക്സ്റ്റ് ലെവൽ ഇവരിൽ നിന്ന് പൊതിച്ച് ഇതിന് നല്ല സ്റ്റോറി, നല്ല ഇതേ അല്ലാതെ സംഘനൃത്തത്തിൻ്റെ ഈ ഒരു താളമല്ലാണ്ട് ഒരു താളം കൊടുത്ത് ഒരു പാട്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടില്ലെന്നുള്ളൊരു പേടിയുണ്ടോ? അല്ലെങ്കിൽ അതെങ്ങനെ സ്കൂളുകാർ അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളെപ്പോലുള്ള അധ്യാപകർ കൂടി ആലോചിച്ചിട്ട് ഇനിയും സ്കൂൾ കലോത്സവങ്ങളുണ്ട്, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് മാനേജ്മെൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക, മാറ്റങ്ങൾ വന്നു തുടങ്ങി അത് അക്സെപ്റ്റ് ചെയ്യണം. അല്ല, ഇത് പ്രൈസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നമില്ല. ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും റിസ്ക്കി ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് എടുത്ത് അങ്ങനെ ഒരു ഐറ്റം കൊണ്ടുവരുന്നു, അത് മേ ബി ഗ്രേസ് മാർക്ക് വരാതിരിക്കുക, കുട്ടികൾക്ക് പ്രൈസ് വരാതിരിക്കുക, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം അയ്യോ അത് നമ്മൾ ഇത് ട്രൈ ചെയ്തത് കൊണ്ടാണ് എന്നൊരു ചിന്ത വരും. കുട്ടികൾക്കും വരാം, സ്കൂൾ മാനേജ്മെൻറ്റിനും വരാം. അപ്പം മാക്സിമം പ്രൈസും കൂടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പ്രൈസും കൂടി വരുവാണെന്നുണ്ടെങ്കിൽ പിറ്റേ വർഷം ഇതേ ടൈപ്പിൽ ആളുകൾ എടുത്തു തുടങ്ങും. അതേപോലെ ഈ തലയിലൊക്കെ ഒരുപാട് സത്യമാണ്, പണ്ട് കാലത്ത് ഒരുപാട് കിരീടങ്ങളൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ആ ടൈപ്പ്, അതിൽ നിന്നൊക്കെ ഒരുപാട് ഗ്രൂപ്പ് ഡാൻസ് മാറിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഡാൻസ് എന്നല്ല, കലയിൽ സിനിമയായാലും ടെക്നോളജി ആയാലും എല്ലാം മാറിയില്ലേ. അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കലയിലുമുണ്ട്. അല്ല, ഞാനത് കാണുന്ന എല്ലാ കുട്ടികളും ഇതിന് മത്സരമാണല്ലോ. ഇപ്പം നിങ്ങളൊരു നൃത്ത അധ്യാപകനാണ്. അപ്പം നമ്മൾ കുട്ടികളിൽ ഈ നൃത്തം പോലുള്ള കലാപരിപാടികൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കലാവാസനെ അല്ലെങ്കിൽ സർഗവാസനെ അത് കളിക്കുക, പോരുക. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ പ്രൈസ് ഉണ്ടോ ഇല്ലയോ അതൊക്കെ സെക്കൻഡറി, പോകുക വരിക, നമുക്ക് എവിടെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുക പെർഫോം ചെയ്യുക, പോരുക. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഫുൾ കോമ്പറ്റീഷൻ. ഞാൻ കോമ്പറ്റീഷൻ ഇറങ്ങിയാൽ എനിക്ക് പ്രൈസ് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്റ്റീജാണ് ഇത്. എൻ്റെ മോളല്ലേ മോൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്രസ്റ്റീജ് കിട്ടുക എന്നുള്ള, അതായത് പ്രൈസാണ് പ്രസ്റ്റീജിനെ തീരുമാനിക്കുന്നത്. പങ്കെടുത്തു എന്നുള്ളതൊന്നും ഒരു ഘടകമല്ല. ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ഇത്തരം കുട്ടികളോടാണെങ്കിലും പേരൻസിനോടാണെങ്കിലും ടീച്ചേഴ്സിനോടാണെങ്കിലും പറയാനുള്ളത്? അതായത് ഈ മെയിൻ കുട്ടികളിലേക്ക് ഇത് ഇൻജക്റ്റ് ചെയ്ത് വെക്കുന്നത് പാരൻസും പഠിപ്പിക്കുന്ന അധ്യാപകരും തന്നെ. അധ്യാപകരെക്കാട്ടിലും കൂടുതൽ ഇത് കുട്ടികളിലേക്ക് പ്രൈസ് വേണം, അല്ലെങ്കിൽ മോശക്കാരനായി പോകും, പ്രൈസ് കിട്ടിയാലേ നിന്നെ അംഗീകരിക്കൂ, സമൂഹം അംഗീകരിക്കൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ച് കൊടുക്കുന്ന ഈ പാരൻസ് തന്നെയാണ്. അപ്പോൾ അത് പാരൻസ് ആദ്യം മനസ്സിലാക്കുക, ഇതൊരു സ്റ്റേജാണ്. ഇപ്പോൾ സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ ഡാൻസിന് പോയതും പ്രൈസ് കിട്ടിയതും ഇതൊക്കെ ആയിരിക്കും നമുക്ക് കുറേ കഴിയുമ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റും, ഓർമ്മയിലിരിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. അപ്പം ഈ പ്രൈസ് ഉണ്ടെങ്കിലേ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സംസ്ഥാന കലോത്സവത്തിൽ ഗ്രേഡ് മാത്രമാക്കി, പൊസിഷൻസ്. അതായത് ഫസ്റ്റ് വന്നു കഴിഞ്ഞ ആ ടീമിനെ ബാക്കിയുള്ള ഇപ്പോൾ 20 പേരാണ്, ബാക്കി 19 പേരും
നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളൊരു മൈൻഡിലാണ് നോക്കുന്നത്. അപ്പം ആ രീതിയിലൊരു മത്സര ബുദ്ധി ഉം. പിന്നെ കുട്ടികളുടെ ഇടയിലും പാരൻസിൻ്റെ ഇടയിലും ഉണ്ട്. ഉം. മാക്സിമം നിങ്ങൾ എല്ലാ ഐറ്റംസും കാണുക, മറ്റ് അധ്യാപകരുടെയും മറ്റു കുട്ടികളുടെയും. ഇപ്പം നവ്യ നായരുടെ ഒക്കെ ഇഷ്യൂ ആണെങ്കിലും നവ്യ നായർ പിന്നീട് ഒരിക്കൽ അല്ല പറഞ്ഞു. അതാണ് ഞാൻ എൻ്റെ ഇതായിട്ട് വന്നത്. നവ്യനരി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, ആ അന്ന് ഞാൻ കരഞ്ഞത് ഈ ലോകം മുഴുവൻ കണ്ടു. അതെ ഇന്ന് എൻ്റെ കുട്ടികളെ മത്സരിപ്പിക്കാൻ വേണ്ടി ഞാൻ അതെ പഠിപ്പിക്കാറില്ല. അത് അവര് റിയലൈസ് ചെയ്തു. അതെ ഇപ്പം ജോമറ്റ് പോലും ഈ നൃത്തം ഉണ്ടാക്കുന്ന വെറൈറ്റി ആവണം, ആ എൻ്റെ കുട്ടികൾക്ക് അതെ പ്രൈസ് അതെ കിട്ടണം. ആ അതുകൊണ്ട് ഒരു ഇന്റൻഷനലിയാണ് നമ്മളത് ചെയ്യുന്നത്. ശരിയാണ് ശരിയാണ്. പക്ഷെ അതേസമയം ഒരു നൃത്താധ്യാപികയെ നവ്യ പറയുകയാണ്, ആ ഞാൻ എൻ്റെ കുട്ടികളെ മത്സരിപ്പിക്കുന്നില്ല, ആ അല്ലെങ്കിൽ മത്സരത്തിനല്ല പഠിപ്പിക്കുന്നത്, ആ അവനവൻ്റെ ഉള്ളിലെ കല ആസ്വദിക്കുകയാണ്. ഇപ്പം നവ്യ നായരുടെ കേസ് പറഞ്ഞാൽ അവരും കലോത്സവ വേദിയിലൂടെ തന്നെ കടന്നു വന്നവരാണ്. ബട്ട് അവരത് ഒരിക്കൽ റിയലൈസ് ചെയ്തു, ഇത്രയും പ്രഷർ ഈ ചെറിയ പ്രായത്തിൽ, അത് എത്ര വയസ്സ് വരും, 15-14 വയസ്സേ ഉള്ളൂ നവ്യ ആ കരയുമ്പോൾ. പക്ഷെ നവ്യ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അമ്പിളി ദേവി പെർഫോം ചെയ്തത് അവർ കണ്ടിരുന്നില്ല, അവിടെ കൂടെ നിന്ന ആൾക്കാർ പറഞ്ഞ മറ്റേ ആളൊന്നും ചെയ്തിട്ടില്ല, ഒട്ടും ചെയ്തിട്ടില്ല. പിന്നീട് പുള്ളിക്കാരി തന്നെ പറഞ്ഞു, ഞാനത് കണ്ടിരുന്നില്ല, ബാക്കിയുള്ളവർ എന്നെ ട്രിഗർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണെന്ന്. ഇത് തന്നെയാണ് ഇപ്പോഴും കലോത്സവ വേദികളിൽ സംഭവിക്കുന്നത്. ബാക്കിയുള്ള കുട്ടികളുടെ, ബാക്കിയുള്ള മാഷ്മാരുടെയോ ഐറ്റംസ് ഇവരാരും കാണുന്നില്ല. റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇന്ന ടീമിനെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ സ്ക്രൂ ചെയ്ത് വിടുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പ്രോഗ്രാം കമ്മിറ്റി ഇപ്പോൾ 1 മണി തൊട്ട്, അല്ല രാവിലെ ഒരു 9 മണി തൊട്ട് 1 മണി വരെ ഒരു ഈവൻ്റ്, ഒരു മോഹിനിയാട്ടം നടക്കുവാണ്. പിന്നെ ഒരു 1 അവർ ബ്രേക്ക് കൊടുത്തിരിക്കുവാണ്. എന്തിനാ? അടി കൂടാൻ വേണ്ടി അല്ലേ? പിന്നെ 2 മണിക്ക് അടുത്ത പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൂ. സാധാരണ 1 മണിക്കൊരു പ്രോഗ്രാം കഴിഞ്ഞ് അന്നേരം തന്നെ അടുത്ത പ്രോഗ്രാം തുടങ്ങും. അപ്പം ഇന്നത്തെ കാലത്ത് ഈ കരയുന്ന ആൾക്കാരെല്ലാം നാളെ നവ്യ നായരായി മാറും എന്നുള്ള ഒരു ഭാവം അല്ലാതെ കുട്ടികൾക്കോ. ഈ ലാസ്റ്റ് തൃശ്ശൂരിൽ സംഭവിച്ചില്ലേ, അതെ 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 ഒരു കുട്ടി സമ്മാനം കിട്ടിയില്ല മിമിക്രിക്ക്, അല്ലേ? ആയിട്ട് ഓർമ്മയില്ല, ഞാൻ മിമിക്രി കണ്ടിരുന്നു. ഓണാക്ട് എങ്ങാണ്ടാണ്. ഭയങ്കര കരഞ്ഞ്, യെസ് യെസ് ഭയങ്കര എന്താ പറയാ, നമ്മള് പറയല്ലേ മൂക്കളൊക്കെ ഇങ്ങനെ ആ ഒലിപ്പിച്ച് കരഞ്ഞ, ആ കൊച്ചു ചൊങ്കത്തടിച്ച് ആ വിഷമിച്ച് ഇങ്ങനെ പറയുന്ന കണ്ടു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഞാനും വീഡിയോ കണ്ടിരുന്നു. ആ, അതിൻ്റെ കേസെന്ന് പറഞ്ഞാൽ ആ തൃശ്ശൂർ അവിടെ ജെനുവിനായിട്ടാണോ നടന്നത്, അല്ലാതെയാണോ റിസൾട്ട് നടന്നിട്ടുള്ളതെന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ആ സമയത്ത് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തെന്നായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം അതിനെക്കുറിച്ച് അത് ജെനുവിനായിട്ട് നടന്നതാണ്. ആ കുട്ടി കരഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ മത്സരം ഫുള്ള് നമ്മൾ കാണാതെ, ചിലപ്പോൾ നല്ല കുട്ടിക്ക് തന്നെ ആയിരിക്കാം ഫസ്റ്റ് വന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ ഈ കുട്ടി പറയുന്നത് കറക്റ്റ് ആയിരിക്കാം, മോശമായ ഒരു ജഡ്ജ്മെൻറ്റിൽ അനർഹയായ ഒരു കുട്ടിക്കായിരിക്കാം പൊസിഷൻ വന്നിട്ടുണ്ടാവുക. അപ്പം അത് കാണാത്തിടത്തോളം സമയത്ത് നമുക്കത് പറയാൻ പറ്റില്ല. ആ. അല്ല, ഇപ്പൊ ഈ അനർഹരുടെ കാര്യം പറഞ്ഞു. ഉം. ഈ പറയുന്ന കലോത്സവങ്ങളിൽ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്, ആ പണം കൊടുത്തും ആ സ്വാധീനിച്ചും ഉം. ആ, എന്ത് ആ പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ നമ്മൾ ഓക്കെ റീസെന്റ് ആയിട്ട് സുധി നൃത്തപ്രിയൻ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ളൊരു ചേട്ടനുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ആ, ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, ചേട്ടൻ്റെ മോള് മത്സരിക്കാൻ പോകുന്ന ജില്ലാ കലോത്സവത്തിന് മത്സരിക്കാൻ പോകുന്നതിന് തലേന്ന്, ഉം. നാളെയാണ് മത്സരം, ഉം. തലേന്ന് പറയാ ഒരാൾ വിളിച്ചിട്ട് പറയാടാ, ഇന്ന കുട്ടിക്കാണ് പ്രൈസ് എന്ന് അവിടെ ഉം. ഓൾറെഡി കഴിഞ്ഞു, ഇല്ല നീ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. ഉം. മത്സരം കഴിഞ്ഞു പ്രൈസ് വീണത് ഇന്ന കുട്ടിക്ക്. പുള്ളി ഉം. പറഞ്ഞത് എൻ്റെ കൊച്ചു മത്സരിച്ചെന്നോ എൻ്റെ കുട്ടിക്ക് കിട്ടണമെന്നല്ല ഞാൻ ആ പറഞ്ഞേ, തലേന്ന് തന്നെ ഇവരിത് അറിഞ്ഞു. ആ അത് ശരണ്യം, ഇതിപ്പോൾ ഈ ബ്രൈബ് കേസുകൾ ഇതിനകത്തുള്ളത് തന്നെയാണ്. ആ, ഇപ്പം എല്ലാ ഒരു ഫീൽഡിലും ഇത്തരം കാര്യങ്ങളും ബാക്ക് ഡോർ എൻട്രി നടക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഞാനും പലപ്പോഴും പിന്നെ ഇതിന് കൊടുക്കേണ്ടി അല്ലെങ്കിൽ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. വിൽക്കാൻ വെച്ച സാധനം ആക്ച്വലി വിൽക്കാൻ വെക്കുന്ന സാധനമാണ് വാങ്ങുന്നത്. വിൽക്കാൻ വെക്കാതിരിക്കുകയാണ് ആളുകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ചെയ്യേണ്ടത്. ഇപ്പോൾ ശരണ്യ, ഞാനൊരു 6 മാസം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ പഠിപ്പിച്ച് കുട്ടികളെ കൊണ്ട് വരുവാണ്. ആ സമയത്ത് ഒരു 6 ദിവസം പഠിപ്പിച്ച ഒരു അധ്യാപകൻ അത് കയറി ബ്രൈബ് ചെയ്ത് അത് റിസർവ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് എൻ്റെ കുട്ടികളുടെ അധ്വാനം, എൻ്റെ അധ്വാനം, എൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അധ്വാനം, ഇതൊക്കെ ലോസ് ആകുക. ശരിക്കും അർഹമായത് എനിക്കായിരിക്കാം, അല്ലെങ്കിൽ വേറൊരാൾക്കായിരിക്കാം. അപ്പം വിൽക്കാൻ വെച്ച സാധനം ആളുകൾ വാങ്ങും, വിൽപ്പനയ്ക്ക് വെക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നടക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ ആരും പോയിട്ട് ബ്രൈബ് ചെയ്ത് അത് വാങ്ങി റിസർവ് ചെയ്യാൻ പോകത്തില്ല. ഡിസർവിങ് ആയത് റിസർവ് ചെയ്തിട്ടുണ്ട്, ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വേറെ ആളുകൾ അത് കയറി ബ്ലോക്ക് ചെയ്യും, നമുക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട്. മനസ്സിലായെന്ന് കരുതുന്നു. ഓ, മനസ്സിലായി. ഓക്കെ. ഈ പറയുന്ന ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. ഇപ്പം
ഇത് സത്യത്തിൽ എന്തിനാ നടത്തുന്നത്? ഏതാ ഈ പൈസ കൊടുത്ത് പ്രൈസ് വാങ്ങിക്കുന്നത് എന്തിനാ ശരിക്കും? അതായത് ഇതൊരു വലിയൊരു എഫേർട്ടാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. പൈസ കൊടുത്ത് പ്രൈസ് വാങ്ങുന്നതിൻ്റെ അല്ല. ഇപ്പോൾ ഒരു 6 lakhs 7 lakhs ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോ സ്കൂളുകൾ വരുന്നത് ഒരു ഈവൻറ്റിന്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസിന് തന്നെ നല്ല 1,00,000 രൂപ സ്പെൻഡ് ചെയ്താണ് ഓരോ കുട്ടികളും സ്കൂൾ മാനേജ്മെൻറ്റും വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ എങ്ങനെയും ഹാർഡ് വർക്ക് ചെയ്ത് അത് എങ്ങനെയും സേഫ് ആക്കാൻ വേണ്ടിയിട്ടേ നോക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് പിന്നെ ഗ്രേസ് മാർക്കിൻ്റെ ഒരു ഇഷ്യൂ. ഈ പറയുന്ന കുട്ടികൾ സ്റ്റേറ്റിൽ എത്തിയിട്ട് ഒരു 30 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എ ഗ്രേഡ് കിട്ടിയാൽ മാത്രമേ അതാവത്തുള്ളൂ. അതേപോലെ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പഠിക്കുന്ന ഒരു ഭരതനാട്യമൊക്കെ സ്റ്റേറ്റിലെത്തുമ്പോൾ ഒരു 3 ലക്ഷം രൂപയൊക്കെയാണ് ആ കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് ഒരു 3 സ്റ്റേജ് കയറാൻ വേണ്ടി. അപ്പോൾ ഈ 3 ലക്ഷം സ്പെൻഡ് ചെയ്യുന്ന ഒരു ആളുകൾക്ക് അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കൂടെ എമൗണ്ട് കൊടുത്ത് അത് സേഫ് ആക്കാൻ വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ ആരെങ്കിലും മറ്റൊരാൾ കയറി അത് ബ്ലോക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഞാൻ പറയാം, എൻ്റെ ടീം അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നണം, ഇത് നന്നാവും, അല്ലെങ്കിൽ ഇതിന് പ്രൈസ് വന്നാൽ ഒരാൾ നെറ്റി ചുളിക്കില്ല എന്ന് തോന്നുന്നതിൽ കയറി ഇടപെടുക. അല്ലാതെ തീരെ പഠിപ്പിക്കാതെ തീരെ ഒരു മോശമായ ഒരു പെർഫോമൻസിന് കയറി വാങ്ങാതിരിക്കുക. ഒരിക്കൽ കൂടെ പറയുന്നു, ഇത് ഒരു വാങ്ങേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വിൽക്കേണ്ട ഒരു സാഹചര്യം വരുത്താതിരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈവായിട്ട് മാർക്ക് ഇടുന്ന ജഡ്ജസ് ലൈവായിട്ട് ഇപ്പോൾ US ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. US എന്ന് പറഞ്ഞാൽ അവിടെ ലൈവായിട്ട് ഓരോ ജഡ്ജും ഇടുന്ന മാർക്ക് അപ്പം തന്നെ കാണാം. അപ്പോൾ ഇപ്പുറത്തെ ആൾ എത്ര ഇടുന്നു അപ്പുറത്തെ ആൾ എത്ര ഇടുന്നു എന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ ലൈവായിട്ട് കാണാം. ഒരു പരിധി വരെ അത് ഒരു ബ്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെ ഫേവർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി കേരള സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് എന്തെങ്കിലും, ഇപ്പോൾ AI ഒക്കെ വന്നുകൊണ്ടിരിക്കുമല്ലേ, ഇനി ഭാവിയിൽ ജഡ്ജസ് ഒക്കെ AI ആയി മാറുമായിരിക്കാം. അന്നേരം ഇപ്പോൾ സ്പോർട്സ് പോലെ അല്ലല്ലോ, നമുക്കിപ്പം ശരണ്യക്ക് ഇഷ്ടമായ ഒരു സാധനം എനിക്ക് ഇഷ്ടമാവണമെന്നില്ല, ഒരിക്കലും ഇല്ല. ഇപ്പം എൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല ശരണ്യയുടെ ഒരു ഇഷ്ടം വരിക. അപ്പം എനിക്കിഷ്ടമാണെന്ന് അവർ കണ്ണടച്ച് ഇന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇന്ന ഐറ്റം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാൻ എനിക്ക് റൈറ്റ് ഇല്ല. അപ്പോൾ അതാണ് എന്തെങ്കിലും ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഫ്യൂച്ചറിൽ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരട്ടെ. ഇപ്പം നിങ്ങളുടെ ഒരു കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പം നന്ദനത്തിൻ്റെ അതോ വീഡിയോ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് എന്താണെന്ന് വെച്ചാൽ പുതുമ കാണുന്നതിൽ നിന്നൊരു പുതുമ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പുതുമയുണ്ടല്ലോ എന്ന് തോന്നുന്നു, പുതുമ ഉൾക്കൊള്ളുന്നവരുണ്ട്. എന്നാൽ ടിപ്പിക്കലായിട്ട് അത് ശരിയായില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും കണ്ടിരുന്നു. അപ്പം ഈ കമൻസ് ഒക്കെ കണ്ടിരുന്നോ, വായിച്ചിരുന്നോ, ലൈവായിട്ട് ആളുകൾ വന്ന് പറഞ്ഞിട്ട് എങ്ങനെ അതിനെയൊന്നു ഇതേ നമ്മൾ ചെയ്തു, നമുക്ക് നമ്മുടെ കുഞ്ഞ് എന്ത് പറഞ്ഞാലും സൂപ്പറാ, അതിന് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ കുഞ്ഞ് സൂപ്പറാ, പക്ഷെ നമ്മൾ ഒരാൾ നെഗറ്റീവ് പറയുമ്പോൾ അതിനെ എങ്ങനെയായിരുന്നു കണ്ടത്? ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ നല്ല രീതിയിലും മോശമായ രീതിയിലും ഇടുന്നുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാട് എന്നുള്ള രീതിയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ പേഴ്സണലി ഒക്കെ പിള്ളേരെ ഹരാസ് ചെയ്യുക, കുട്ടികളെ ഹരാസ് ചെയ്യുക, ബോഡി ഷേമിങ് ചെയ്യുക, കൈൻഡ് ഓഫ് അത് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പം ഈ കുട്ടികളെക്കുറിച്ച് അവരുടെ ഫിഗർ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന അത്തരം കമൻസ് വരുമ്പം ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പിന്നെ എബൌട്ട് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ, ഫേസ്ബുക്കിൽ വളരെ മോശമായിട്ട് നന്ദനത്തെക്കുറിച്ച് ആളുകൾ, അപ്പം ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് എല്ലാവരും ഒരു 40 above അല്ലെ 50 above ഒക്കെയാണ്. അതായത് ഡാൻസിൽ വന്ന ഡിഫറൻസസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇൻസ്റ്റാഗ്രാം, അവിടെ പോസിറ്റീവായിട്ട് ആളുകൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ ഏജ് കാറ്റഗറിയുടെ ഒക്കെ ആയിരിക്കാം. ഒരേ വീഡിയോ ഒരേ കണ്ടൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും നല്ലത് പറയുമ്പോൾ സെയിം ടൈം അത് ഫേസ്ബുക്കിൽ മോശം പറയുന്നുമുണ്ട്. അപ്പോൾ ആളുകളുടെ വ്യൂവിൻ്റെ ആയിരിക്കാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന കൂടുതലും ആൾക്കാർ ഒരു 85 above ആയിട്ടോ, മീൻസ് 85 ബോൺ അല്ലെങ്കിൽ എബോവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ മോഡേൺ ചിന്താഗതിക്കാരൊക്കെ ആയിരിക്കാം. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ 70s ലേറ്റ് 70s അല്ലെ ലേറ്റ് 60s ഉള്ള, ഇപ്പോൾ എൻ്റെ പപ്പയ്ക്കും എൻ്റെ മമ്മിക്കൊക്കെ ഫേസ്ബുക്കാണ് ഉള്ളത്. ഇൻസ്റ്റാഗ്രാം മമ്മിക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ അറിയത്തില്ല, കുറച്ചുകൂടെ ഒരു ടഫാണല്ലോ. അപ്പോൾ അത്ര ഈ പ്രൊഫൈൽസിൽ ഈ പറയുന്ന സൈക്കിൾ എന്തിനു സ്റ്റേജിൽ കൊണ്ടുവന്നു, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ കമൻറ്റ് സെക്ഷൻ കാണാറുണ്ട്. അതിനെ ആ രീതിയിൽ എടുക്കുന്നു എന്നേ ഉള്ളൂ. കുട്ടികളെ ബോഡി ഷെയിം ചെയ്യുന്ന മാത്രം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കുട്ടികളെ പറയുമ്പോൾ അത് നമുക്കെല്ലാം നമ്മുടെ വീട്ടിൽ മക്കളും പെങ്ങന്മാരും അനിയന്മാരും ഒക്കെ ഉള്ളതല്ലേ. അപ്പം കുട്ടികളെ ചില സമയത്ത് ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് വളരെ വൾഗറായിട്ടുള്ള കമൻസ് പറയുമ്പം
മോശം ചിന്തിക്കാറുണ്ട്, അത് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കാറുണ്ട്. അതായത് നമ്മൾ കാണുന്ന ഒരു വ്യൂ അല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ് വ്യൂ ആണ് അവരുടെ കമൻറ്റ് സെക്ഷനിൽ വരുന്നത്. ഇപ്പം നൃത്തത്തെ പറയാം, ബാക്കി സമയത്തെ പറയാം, കൊറിയോഗ്രഫിയെ പറയാം, അതൊക്കെ അവരുടെ വ്യൂ. ഇപ്പം കുട്ടികളെ പറയുമ്പോൾ എനിക്കാണെങ്കിൽ അതൊരു ഫീൽ ആവാറുണ്ട് ചില സമയത്ത്. മറ്റേ എൻ്റെ ഒരു സംശയമാണ് കേട്ടോ, അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി പോലുള്ള നൃത്തങ്ങൾ, ഇപ്പം ഈവൻ സംഘനൃത്തം, മറ്റേ ഇതിനത്രയില്ല, എന്താ പറയുക, ഫ്ലോ, അതിന് പിന്നെ കണ്ണ് മാത്രമേ ഉള്ളൂ, പിന്നെ മുടി ഇങ്ങനെ ഇവിടെ തന്നെ കെട്ടണം എന്നുണ്ട്, അതെങ്കിലാണല്ലോ നാടോടിയാവത്തുള്ളൂ. ടിപ്പിക്കൽ ചിന്താഗതിയാണ്, അതിനൊക്കെ ഒരുപാട് അല്ല ഞാൻ പറയാ ചെയ്തേ, ഇതാണ് നമ്മള് നാടോടി നൃത്തം എന്ന് പറയുമ്പോ ഇമാജിൻ ചെയ്യുന്നത്. അല്ലേ, നാടോടി നൃത്തത്തിന്റെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ മുടി കെട്ടുക, അത് നമ്മളിങ്ങനെ എഴുതി വെച്ചതുപോലെ ഒരു ബിൽഡപ്പ് ആണ്. അപ്പം ഞാൻ ചോദിച്ചു വന്നത്, ഇവിടെയൊക്കെ ഭയങ്കര മേക്കപ്പാണ്. ഈ പറയുന്ന ഭരതനാട്യത്തിലൊക്കെ പിള്ളേരുടെ മേക്കപ്പ് എന്ന് പറയുന്നത്, ജോമറ്റ് ഭരതനാട്യം ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ഫ്രണ്ടാണ്, ഇപ്പൊ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ ഫ്രണ്ടാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഫോക്ക് ഗ്രൂപ്പ് മാർഗം കളി അല്ല, ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, ട്രെയിൻ ചെയ്യിക്കാറില്ല. ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ വളരെ നാളുകൾക്ക് മുന്നേ ഈ ഭരതനാട്യം എന്നൊക്കെ പറയുന്നത് പണ്ട് രാജസദസ്സുകളിൽ രാജാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കളിച്ചിരുന്ന ഒരു ആട്ടമാണ്, ഒരു കൂത്ത് എന്നുള്ള രീതിയിലാണ്. അത് തെറ്റാണെങ്കിൽ തിരുത്തി തരണം കേട്ടോ, എൻ്റെ ഞാൻ പറയുന്നത് കാണിച്ചാൽ നിങ്ങളൊരു അധ്യാപനമാണ്. അപ്പം അവിടെ നമ്മൾ അന്ന് ഇത്രയും മേക്കപ്പ് എന്ന് പറയുന്നത്, അന്ന് മേക്കപ്പ് വേറെ രീതിയിലാണല്ലോ, അത് ഇവരെ അട്രാക്ട് ചെയ്യിക്കാനാണ്. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ പോലെ കാലങ്ങളൊക്കെ മാറി. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു ഭരതനാട്യവും ഒരു കുച്ചിപ്പുടിയും ഒരു മോഹിനിയാട്ടവും വിത്തൗട്ട് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡാൻസ് കളിക്കുന്ന പോലെ കളിക്കണം എന്നല്ല, അതായത് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ കളിക്കണം എന്നല്ല, അതിൻ്റെ അതായത് ഞാൻ ബ്ലാക്ക് ആണ്, എന്നെ ഇതിൽ നിന്ന് ഇപ്പൊ ഞാൻ എപ്പോഴും കണ്ണ് എഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, നമ്മൾ ലിപ്സ്റ്റിക് ഇടണമെന്ന് പോലുമല്ല, ആ ഒരു മിനിമല് ഈ പറയുന്ന വലിയ കമ്മലോ അത് കോസ്റ്റ്യൂം ഇതാവണം. അതായത് മോഹിനിയാട്ടത്തിന് എന്തോ ഒരു തട്ടക്കില്ലേ, അതൊന്നും മാറാൻ പോലും പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ, ഒരു അളവുകോലുണ്ടല്ലോ. സോ അങ്ങനെ ഒരു നടക്കുവോ, സാധ്യമാവുമോ? അതായത് എല്ലാവരും കൂടെ കൂട്ടായിട്ട് നിന്നാൽ ഈ മേക്കപ്പ് മിനിമൽ ആക്കാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ ശരണ്യ ചോദിച്ചതെന്ന് വെച്ചാൽ, പിന്നെ മേക്കപ്പിലായാലും കോസ്റ്റ്യൂമിലായാലും ടെക്നോളജി ഒരുപാട് ബാധിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ടെക്നോളജിയിൽ വന്ന അഡ്വാൻറ്റേജസ് കലയിലും കാലത്തും എല്ലാം പിള്ളേര് കറുത്തിരിക്കുവാണെങ്കിലും മുഖം വെളുത്തിരിക്കും, കൈയൊക്കെ കറുത്ത് തന്നെ ഇരിക്കും. അതിൽ പിന്നെ ആകാരവടിവ്, ആകാരസുഷമ എന്ന് പറയുന്ന ഒരു കോളം സ്റ്റിൽ കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൻ്റെ മാനുവലിൽ ജഡ്ജിങ് പിന്നെ ക്രൈറ്റീരിയ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ കുട്ടികളെ മാക്സിമം പ്ലസൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നേ ഉള്ളൂ എന്നാണ് ചിന്തിക്കുക. അപ്പോൾ അതായത് ആകാര സുഷമയ്ക്ക് ഒരു 20 മാർക്ക് ഉള്ളിടത്തോളം കാലം പിള്ളേരെ മാക്സിമം മേക്കപ്പ് ചെയ്ത് മാക്സിമം ഡ്രസ്സ് ഇട്ട് അല്ലെ മാക്സിമം ഭംഗിയായിട്ട് സ്റ്റേജിൽ എത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അല്ലെങ്കിൽ ആ കോളം ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത് ആ കോളം വേക്കൻ്റ് ആയിട്ട് കിടക്കും. പക്ഷേ വെളുത്തിരിക്കുന്നതാണ് ഭംഗി എന്ന് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ കറുത്ത ആൾക്കാർ ഒരുപാട് ഭംഗിയുള്ള ആൾക്കാരുണ്ട്. മറ്റേ ഷക്കാരി റിച്ചാർഡ്സൺ അത്ലറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. അവർ ബ്ലാക്ക് സ്കിൻ ആണ്, USA അത്ലറ്റ്. അപ്പം ഫ്രണ്ടിലിരിക്കുന്ന എന്നെ എന്താ ഉപയോഗിക്കാത്തേ? അല്ലെങ്കിൽ അതിലേക്ക് വരാം. അല്ല, നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞ ഇറ്റ്സ് മോർ അബൌട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആണ് നമ്മുടെ ലുക്കിൽ, നമ്മുടെ സെൽഫ് ലവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇഷ്ടമാണ് പറഞ്ഞത്. അവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓറ, അവർ അത്ലറ്റാണ്. അപ്പം അവർ പിന്നെ ട്രാക്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര ക്ലോസ് വാച്ച് ചെയ്യാറുള്ളതാണ്. അപ്പം വെളുത്തിരിക്കുന്നതാണ് ഭംഗി എന്നുള്ളതിനോട് എനിക്ക് പൊതുവെ അഭിപ്രായമില്ല. പക്ഷേ വെളുത്തതാണ് ഭംഗിയെന്ന് അഭിപ്രായമുള്ള 1000 ആളുകളുടെ മുന്നിലേക്കാണ് ഈ പിള്ളേർ ചെല്ലുന്നത്. നമ്മൾ 7 അഴക് കറുപ്പിനെന്ന് പറയുമ്പോഴും ബാക്കി 93 അഴക് വെളുപ്പിനാണെന്ന് ബാധിക്കുന്നവർ എത്രയൊക്കെ പറഞ്ഞാലും ഒരു കല്യാണാലോചന വരുമ്പോഴും വെളുത്ത ചെറുക്കൻ അല്ലെങ്കിൽ വെളുത്ത പെണ്ണിനെ നോക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അല്ലെങ്കിൽ പെണ്ണ് കറുത്തു പോയല്ലോ എന്നല്ലേ പറയുക. എന്തുകൊണ്ട് ഒരു വെളുത്ത പെണ്ണിനെ കെട്ടുമ്പോൾ പെണ്ണ് വെളുത്തതാണല്ലോ എന്ന് അധികം പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡിൽ വെളുത്തതാണ് ഭംഗിയെന്നുള്ള ആ ചിന്ത അടിയുറച്ച് ഇരിക്കുന്നിടത്തോളം കാലം വെളുപ്പിച്ച് മേക്കപ്പ് ചെയ്ത് സ്റ്റേജിൽ കയറ്റാനേ ഓപ്ഷൻ ഉള്ളൂ. അതല്ല എങ്കിൽ വിത്തൗട്ട് മിനിമൽ മേക്കപ്പിൽ അല്ലെങ്കിൽ ഒരു നോ മേക്കപ്പ് ലുക്കിൽ സ്റ്റേജിൽ കയറ്റാൻ ഞാൻ റെഡിയാണ്. ഈ ആകാര സുഷമ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയൻ ഈ പിന്നെ മാർക്കിംഗ് ക്രൈറ്റീരിയൻ ആയിട്ടുള്ളിടത്തോളം കാലം നമുക്ക് ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, എന്താ പറയുക, ആകാരവടിവ് എന്ന് പറഞ്ഞൊരു കോളം,
അത് നിങ്ങളെ പോലുള്ള ഒരു മുൻകൈ, ഇപ്പം നമ്മളൊരു ഡാൻസിൽ മുൻകൈ എടുത്ത് നിങ്ങൾ മാറ്റം കൊണ്ടുവന്നെങ്കിൽ അത് ചെയ്തുകൂടെ? കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് കാരണം ഇന്നിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനൽ, വാർത്താ ചാനൽ, അവരുടെ ഇതില് ബ്ലാക്സിനെ കുറിച്ചിട്ടൊരു ഇത് എഴുതുന്നുണ്ട്. പണ്ടായിരുന്നു സിനിമയിൽ ഇങ്ങനെ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ വാദിക്കുവല്ല, ഇത് നമ്മൾ ഈക്വൽ ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ നോർമലായിട്ടും അവർക്ക് ഇതിൻ്റെ ഒന്നും ഇറിറ്റേഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസിലേക്ക് എത്തിക്കുക. കാരണം വിത്തൗട്ട് മേക്കപ്പിൽ ഇവർ നല്ല രസമായിട്ടും നല്ല ഇതായിട്ടും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെയൊക്കെ കൊടുക്കുന്നത് ഹൈലൈറ്റ് ചെയ്യാനായിരിക്കാം, ഈ കണ്ണൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം. അത് നമുക്ക് എങ്ങനെയാ, നിങ്ങളെ പോലുള്ളവർക്കല്ലേ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 93 അഴക് വെളുപ്പിനാണെന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ പോലും പല ടീച്ചേഴ്സും നമുക്കറിയാലോ, അടുത്തിടെ വന്ന ഒരു നൃത്ത അധ്യാപിക തന്നെ ഭയങ്കരമായിട്ട് അതിനെ മോശമായിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങളൊക്കെ തന്നെയല്ലേ, നിങ്ങൾക്കല്ലേ അതിൽ മാറ്റം. ശരണ്യെ വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഞാൻ നിനക്ക് എന്താടി നൃത്തവുമായിട്ട് ബന്ധം എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഇരുന്നു പോകും. പക്ഷെ നിങ്ങൾ തന്നെ നൃത്തം ചെയ്യുന്നത്, നിങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ കുട്ടികളിലും ഇത്രപ്പെട്ടവരുണ്ടാവാം സ്റ്റുഡൻസിൽ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ കളർ നോക്കിയല്ല സെലക്ഷൻ വെക്കാറ്. എൻ്റെ നൃത്തത്തിൽ കളർ കുറഞ്ഞവരും വെളുപ്പോ കറുപ്പോ എന്നുള്ളതല്ല, ഞാൻ ടാലൻ്റ് തന്നെ നോക്കുക. പിന്നെ ഞാൻ ചില ഫീച്ചേഴ്സ് നോക്കാറുണ്ട്. ഇപ്പോൾ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഐസൊക്കെ ഇച്ചിരി വലുതാണെങ്കിൽ എക്സ്പ്രസീവ് ആണ്. നമുക്ക് പുറത്തോട്ട് പണ്ടത്തെ നാടകം പോലെ ഇപ്പം 100 മീറ്റർ പുറകിലിരിക്കുന്ന ഒരു ഓഡിയൻസിനും അത് കാണണമെങ്കിൽ കുട്ടിയുടെ മുഖം ഇച്ചിരിയുടെ വലുപ്പമുണ്ട്, പ്ലസൻ്റ് ആണെങ്കിൽ, കണ്ണൊക്കെ ഇച്ചിരി എക്സ്പ്രസീവ് ആണെങ്കിൽ ഞാൻ അങ്ങനെയുള്ള കുട്ടികളെ സെലക്ട് ചെയ്യാറുണ്ട്. കളർ എനിക്ക് ഒരിക്കലും ഒരു മാനദണ്ഡമായിരുന്നില്ല. പിന്നെ ശരണി പറഞ്ഞ സത്യഭാമ ടീച്ചറുടെ കാര്യമാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞതിൽ ഒരു കാര്യം കറക്റ്റാണ്. കാര്യം ആകാര സുഷമ എന്ന് പറയുന്ന ഒരു കോളം സ്റ്റിൽ കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവ മാനുവലിലുണ്ട്. അത് എന്നോ തട്ടിക്കളയേണ്ട കാര്യം തന്നെയാണ്. അത് ഉള്ളിടത്തോളം കാലം ആകാര ഭംഗിയിൽ കുട്ടികളെ പ്രസന്റ് ചെയ്യാനേ അധ്യാപകർ ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പം പിന്നെ അവർ പറഞ്ഞ രീതി ചിലപ്പം എല്ലാവരും ഒരേപോലെ അല്ലല്ലോ സംസാരിക്കുക. പറഞ്ഞ രീതി തിരിഞ്ഞു പോയി, അത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അത് വേറൊരു ടോണിലായി. പക്ഷെ അവർ പറഞ്ഞതിനോട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആരും അതിനെ എതിരായിട്ട് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ കറക്റ്റാണെന്ന് തന്നെയുള്ള അഭിപ്രായമാണ്. അവർ പറഞ്ഞത് ഈ ഒരു ക്രൈറ്റീരിയൻ അതിൻ്റെ അകത്തുണ്ട്. അത് ഉള്ളിടത്തോളം കാലം കുട്ടികളെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് ഇറക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ. പിന്നെ കറുപ്പ് വെളുപ്പ് എന്നുള്ളതിൽ പിന്നെ ഇപ്പോഴത്തെ മേക്കപ്പൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ കറുത്ത കുട്ടികളെ വെളുപ്പിക്കാനോ വെളുത്ത കുട്ടികളെ കറുപ്പിക്കാനോ നമുക്ക് പറ്റും. അപ്പം അതുകൊണ്ട് കറുപ്പ് ഒരിക്കലും ഒരു സെലക്ഷൻ മാനദണ്ഡമല്ല, ടാലൻ്റ് തന്നെയാണ്. ഇപ്പം നിങ്ങൾ തന്നെ ഉപയോഗിച്ച ഇതിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ വന്നെന്നും പറഞ്ഞിട്ട് കുറച്ച് സീൻ ഉണ്ടായിരുന്നു. അത് മനഃപൂർവ്വം ഇംഗ്ലീഷ് വാക്ക് ചേർത്താണോ? അത് അവിടെ അതാണ് ആപ്റ്റ്. നമുക്കൊരു സാധനത്തിന് ഇതാണല്ലോ ആപ്റ്റ്. നമ്മൾ ഉളി ഉപയോഗിക്കേണ്ടടുത്ത് തൂമ്പ് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് എന്തായിരുന്നു സംഭവം. അങ്ങനെ കുറച്ച് ആക്ച്വലി അത് ആരും എന്നോട് പറഞ്ഞിരുന്നില്ല. പിന്നീട് ന്യൂസ് പേപ്പർ പിന്നെ അതിൽ ന്യൂസ് കണ്ടപ്പോഴാണ് ഇതിൽ ആരൊക്കെയോ ഇങ്ങനെ ഇംഗ്ലീഷ് പദങ്ങൾ മലയാളം പിന്നെ നൃത്തത്തിൽ ഉപയോഗിച്ചു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇത് വന്നത്. അതിനകത്ത് എനിക്കൊന്ന് ട്രാൻസ്ജെൻഡർ, അതേപോലെ സിന്തറ്റിക് ഡ്രഗ്സ്, കോൺസ്റ്റബിളിങ്, ഇങ്ങനത്തെ ഒക്കെ വേർഡുകളാണ് യൂസ് ചെയ്തത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഭാഷ നമ്മൾക്ക് കൺവേ ചെയ്യാനുള്ളൊരു മീഡിയമാണ്. അത് ഞാൻ പറയുന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് ശരണ്യയിലേക്ക് എത്തുമ്പോഴാണ് ആ ഭാഷ അവിടെ വിജയിക്കുന്നത്. സത്യം അല്ല, ഇപ്പൊ സ്വിച്ച് എന്ന് പറയുന്നതിന്റെ മലയാളം അറിയാവോ? എന്തോ ഒരു യന്ത്രം ഉണ്ട്, നമ്മുടെ പേരിനെ കഴിഞ്ഞ് നീളമുള്ള ഒരു ഇതാണ്. അപ്പം ഞാൻ ആ സ്ഥലത്ത് സ്വിച്ച് ഓൺ ചെയ്യാൻ പറയണോ അതോ ആ ഇന്ന സാധനം യന്ത്രം ഓൺ ചെയ്യാൻ പറയണോ? അപ്പൊ കൺവേ ചെയ്യാൻ എളുപ്പം ഏതാണ്? സ്വിച്ച് ആണ്. അപ്പൊ അതിനകത്തൊരു സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഒരു വേർഡ് യൂസ് ചെയ്തിരുന്നു പോലീസുകാരിക്കകത്ത്. എനിക്കതിന്റെ മലയാളം സ്റ്റിൽ എനിക്ക് അറിയത്തില്ല. അതിലുപരി അതിന്റെ മലയാളം പറഞ്ഞാൽ എനിക്കും മനസ്സിലാവത്തില്ല, കാണുന്ന ആൾക്കാർ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നതിൻ്റെ ഒക്കെ മലയാളം എന്താന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നോർമലി അധികം ആൾക്കാർക്കും അറിയാൻ വഴിയില്ല. അപ്പം നമ്മൾ ഇപ്പൊ ഒരുപാട് ജെൻസി വേർഡുകൾ വന്നിട്ടില്ല. ഇപ്പൊ സിറ്റുവേഷൻഷിപ്പ്, അത് ഇത്, ഗോസ്റ്റിംഗ് അറിയാലോ. അല്ല, അത് എവിടെയോ കേട്ടതാ. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്, പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ്. ബട്ട് ഇതിനൊക്കെ ഇപ്പൊ പേരിട്ട് വന്നു. അപ്പം ഗോസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് കൺവേ ആവുന്നുണ്ട്. അതല്ലാതെ ഇപ്പൊ സിറ്റുവേഷൻഷിപ്പ് എന്നുള്ളതിന്റെ മലയാളം അറിയാവോ? ഇല്ല. ഓക്കെ, വാട്ട് എവർ. അപ്പം അത് ഞാൻ ആ വേർഡ് പറയുന്നതാണ് മേ ബി ഒരു ജെൻസി ആളുകൾക്ക് ഒന്നുകൂടെ കൺവേ ആവുക. അല്ലാതെ ഇന്നയാളും തമ്മിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതാണോ? ഭാഷ നമുക്ക് ഏറ്റവും ക്രോപ്പ് ചെയ്ത് കൺവേ ചെയ്യാൻ പറ്റുന്നതിനല്ലേ ഭാഷ എന്ന് പറയുന്നത്. അപ്പം
അതാണ് ഇപ്പോൾ പക്കാ ടിപ്പിക്കൽ മലയാളം സംസാരിക്കാൻ ആരും കൊണ്ടെങ്കിലും ഇപ്പോൾ പറ്റുമോ? ആരെങ്കിലും? എല്ലാവരും മംഗ്ലീഷ് അല്ലേ, ഓൾമോസ്റ്റ് എല്ലാവരും തീർച്ചയായും മംഗ്ലീഷ് തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം കാലത്തിൻ്റെ മാറ്റം വരികളിലും വന്നു എന്നേ ഉള്ളൂ. ഇപ്പം റാം കെയർ ഓഫ് ആനന്ദിയിലെ മറ്റേ ട്രാൻസ്ജെൻഡറിന്റെ അത് തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു ആ വരികൾ? ട്രാൻസ്ജെൻഡറിന്റെ വരികൾ തുടങ്ങുന്നത് അല്ലി അങ്ങനെയല്ലേ പേര്? മല്ലി 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 മദിരാശി പട്ടണം ഇതു തമിഴ് പേശും തെരുവോരം അങ്ങനെ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്തും ഈ പറഞ്ഞ കോൺസ്റ്റബിൾ, ട്രാൻസ്ജെൻഡർ, അഡ്മിഷൻ എന്നൊക്കെ ഉള്ള വേർഡ്, കോളേജിൽ അഡ്മിഷൻ അതിൻ്റെ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം അഡ്മിഷൻ്റെ മലയാളം എന്താ? നിയമനം whatever അറിയില്ല. അപ്പം അഡ്മിഷനാണ് കൺവേ ആകാൻ എളുപ്പം അതാണല്ലോ. അപ്പം അത് സത്യം പറഞ്ഞ എനിക്കൊരു വെല്ലുവിളി ആയിരുന്നു അത് എഴുതിയ സമയത്ത്. അവരെ ഹർട്ട് ചെയ്യാൻ പാടില്ല, പിന്നെ അവരെ ഭയങ്കര നോർമലൈസ് ചെയ്ത ആളുകളെ കണ്ടു തുടങ്ങി, ഇനിയും മൂവ് ആകാനുണ്ട് മൈൻഡ്. ബട്ട് അത് കാണുന്ന സമയത്ത് അവിടെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു ഡിസ്കംഫേർട്ട് വരരുതെന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഒരു രീതിയിലും ഈ കാണുന്ന ആളുകൾക്ക് ട്രാൻസ്ജെൻഡർ ആയി എന്ന് പറഞ്ഞ് അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമോ ഒന്നുമില്ല. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി ജനിക്കുന്നതിനെ കഴിഞ്ഞും നല്ലത് ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ട്രാൻസ്ജെൻഡർ ജനിക്കുന്നതാണ്. എന്താ തോന്നുന്നത്? അല്ലാതെ ഹെൽത്തി അല്ലേ? ഇപ്പോൾ ഒരു കുഞ്ഞ് പിന്നെ കണ്ണ് വയ്യാതെയോ അല്ലെങ്കിൽ കാല് വയ്യാതെയോ ജനിച്ച ആ കുട്ടിയുടെ എൻ്റയർ ലൈഫ് ബുദ്ധിമുട്ടി ജീവിക്കുന്നതിലും നല്ലതല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രാൻസ് പേഴ്സൺ ഉണ്ടാവുന്നത്. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ശരണയ്ക്കും ഡിഫറൻസസ് കാണും ഒപ്പീനിയനിൽ, അതെൻ്റെ അഭിപ്രായമാണ്. അപ്പം അത് നോർമലൈസ് ചെയ്ത് കണ്ടാൽ മതി. ഇപ്പോൾ ആണും പെണ്ണും പോലെ തന്നെ ട്രാൻസ് പീപ്പിളിനെയും കാണേണ്ട ആവശ്യമുള്ളൂ. അതും ഒരു സൃഷ്ടിയാണ്, അവർക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഭൂമി എന്ന് പറയുന്ന യൂണിവേഴ്സ് ദൈവം സൃഷ്ടിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പം അത് എല്ലാവർക്കും അവരവരുടെ രീതിയിൽ ജീവിച്ച് മരിക്കുക, സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവരും. അല്ല, അതൊരു വലിയ മൂവ്മെന്റ് ആയിരുന്നു. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നൃത്തത്തിൽ ഇങ്ങനെ ഒരാളെ കൊണ്ടുവരിക, അതും ഒരു ഇതിൽ അഭിനയിച്ച് ഫലിപ്പിക്കുക. ഈ പറഞ്ഞ പോലെ അവരെ ആരെയും ഹേർട്ട് ചെയ്യരുത്. നമ്മൾ മോഡേൺ ആണെന്ന് ഓർത്ത് കാഴ്ചക്കാർ മോഡേൺ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് അവരോട് അനുഭവം ഉണ്ടെന്ന് ഓർത്തുണ്ട്, അവർക്ക് അത് ഉണ്ടാവണം എന്നില്ല. ഇത് കണ്ടെന്നോർത്ത് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. പക്ഷെ എന്നാലും അതെടുത്തൊരു തീരുമാനം അത് ഭയങ്കര, അതെന്ന് പറഞ്ഞില്ല, നല്ലൊരു പവറാണ്. കാരണം എനിക്ക് ആദ്യ കാലങ്ങളിലൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ സംസാരിക്കാൻ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള, നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതും നമുക്കറിയാവുന്നതും വേറൊരു തരത്തിലാണ്. പക്ഷെ പിന്നീട് ഇങ്ങനെ മനസ്സിലാക്കി വരുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആളുകളെ കുറിച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ മനസ്സിലാക്കി വരുമ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാവർക്കും ഉള്ളതാണ് ഈ ഭൂമി. ചില ആളുകളുടെ വിചാരം അവർക്ക് മാത്രം ഉള്ളതാണ്. സത്യം. അതാണ് അതാ പറഞ്ഞേ, എല്ലാവരും ജീവിക്കട്ടെ, ഈ സന്തോഷമുള്ള പോലെ നമുക്ക് എന്താണോ ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, ഇപ്പം 30 വയസ്സ് വരെ ജീവിച്ചു അല്ലെ 40 വയസ്സ് വരെ ജീവിച്ചു, അതെന്തുമാത്രം സന്തോഷത്തോടെ ജീവിച്ചു എന്നുള്ളതല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അല്ലാതെ ആർക്കോ വേണ്ടി പിന്നെ ഒതുങ്ങി അല്ലെങ്കിൽ ഇന്ന ആൾ പറയുന്ന പ്രൊഫഷൻ എടുത്ത് ഇന്ന ആളുടെ കീഴിൽ ജോലി ചെയ്ത് എല്ലാ മാസവും സാലറി കിട്ടി അതുകൊണ്ട് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് നമ്മൾ സ്വന്തം നമുക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തി നമുക്ക് ഇന്നർ സാറ്റിസ്ഫാക്ഷൻ തരുന്ന കല്യാണം കഴിക്കണോ, കഴിക്കണ്ട, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പം സന്തോഷമായിട്ടിരിക്കട്ടെ, ട്രാൻസ് ആയാലും ആണായാലും പെണ്ണായാലും ആരായാലും. ജോമറ്റിനെ കണ്ടാലുണ്ടല്ലോ ഒരു നൃത്ത അധ്യാപകന്റെ ലുക്കൊന്നുമില്ല. എന്തിന്റെ ലുക്ക്? അങ്ങനെയല്ല, ഞാനത് പറഞ്ഞ ഒരു വേർഡ് മിസ്സായതാണ് കേട്ടോ. ഒരു വേർഡ് മിസ്സായത്, നമ്മൾ സിനിമകളിലും അല്ലെങ്കിൽ മറ്റുള്ളിടത്തും കാണുന്ന നൃത്ത അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഫെമിനിയൻ ഉണ്ടാവും. ഞാൻ ആ ഒരു വേർഡ് മിസ്സായതാ കേട്ടോ. അല്ല, പെട്ടെന്ന് മിസ്സായതാ. അല്ല, ഫെമിനിയൻ ആയിട്ടുണ്ടാവും. ഫെമിനിയൻ ഒന്നുമില്ല എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ തന്നെ. ഞാൻ ഇൻസ്റ്റയിൽ ഒരു പുള്ളിക്കാരനുണ്ട് ഇതുപോലെ തന്നെ, ജോമന്റെ പോലെ ഇത്തിരി വണ്ണമൊക്കെ ഉള്ള ഒരു എനിക്ക് തോന്നുന്ന നോർത്ത് ഇന്ത്യൻ ഏതോ ഒരാൾ, ഹൈദരാബാദി എന്നുള്ളത്. നല്ല രസം അയാളുടെ ഡാൻസ് കാണാൻ. അയാളിങ്ങനെ അയാൾ കളിച്ച കൂടുതലുള്ള ഒരു പെണ്ണുങ്ങളെ ഞാൻ നോക്കത്തില്ല. അയാളുടെ മുഖത്ത് അത്രയും ഗ്രേസ് ആണ്. പക്ഷെ അയാൾക്കൊരു ഫെമിനിയൻ ഫീച്ചേഴ്സും ഇല്ല. അപ്പൊ ഞാൻ ഫീച്ചേഴ്സും ഇല്ല, പക്ഷെ നന്നായിട്ട് കളിക്കും. ഞാൻ പറഞ്ഞ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ നീ പോകുന്നത്? അല്ല, അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഐറ്റത്തോട് മാക്സിമം നീതി പുലർത്തി നിൽക്കണം. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോൾ ഒരു വെള്ളം നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചാൽ അതിൻ്റെ ഫോം ആവും, ഗ്ലാസ്സിലാണെങ്കിൽ അതിൻ്റെ ഫോം ആവും. ഇപ്പം ഒരു മെയിൽ ക്യാരക്ടർ, ഒരു മെയിൽ എസ്തെറ്റിക് ബ്യൂട്ടി കൊടുക്കേണ്ട ഒരു ക്യാരക്ടർ ആണെങ്കിൽ അത് കൊടുത്ത് നിൽക്കാൻ പറ്റണം ആസ് എ ഡാൻസർ. അല്ലെങ്കിൽ ഒരു ഫെമിനൈൻ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ അയാൾ ഉറപ്പായിട്ടും അത് ചെയ്യണം. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ മതി.
സ്റ്റേജിൽ അതാവാം, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് ആളുകൾ പലതും പറയുക. ഇപ്പൊ നൃത്തം പഠിപ്പിക്കാൻ പോകുന്നതിന് ആരെങ്കിലുമൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ആരും എന്നോട് കളിയാക്കിയിട്ടില്ല. അന്ന് ഞാൻ കളിയാക്കിയിരുന്ന കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിന്ന് ഇവിടെ ഇരിക്കത്തില്ല. അങ്ങനെ എൻ്റെ ഓർമ്മയിൽ ആരും കളിയാക്കിയതായിട്ട് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഐ എം ഏണിങ് മച്ച്. മറ്റെന്ത് ജോലിയൊക്കെ കഴിഞ്ഞും ഏണിങ് ഉണ്ട്. എനിക്ക് തോന്നുന്ന സമയത്ത് ലീവ് എടുക്കാം, ആരുടെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ട. ഒരു 10 മാസം അല്ലെങ്കിൽ 9 മാസം വർക്ക് ചെയ്താൽ എനിക്കൊരു 3 മാസം പോയി വീട്ടിൽ വെറുതെ ഇരിക്കാം. അപ്പം ഇതൊക്കെ തരുന്നൊരു ഫ്രീഡം ഉണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ലൈഫാണ്, ഞാനാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ പോകണം, എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ സന്തോഷിക്കണം എന്നുള്ളത്. അപ്പം അത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ. അപ്പോൾ ആളുകൾ അത് പറയേണ്ട കാര്യമില്ല, പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. ഇപ്പം ഈ ഒരു വീഡിയോ വൈറലായതോടുകൂടി ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ടാവുമല്ലോ പല സ്കൂളിലും പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ എൻ്റെ ഒരു സംശയമാണ്, ഇപ്പം ഈ പറഞ്ഞ നന്ദനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ നന്ദനത്തിൻ്റെ ഈ കളിച്ച സംഘനൃത്തം ഫസ്റ്റ് ടൈം ആണോ അവിടെ കളിക്കുന്നത്, അതോ നിങ്ങൾ സ്കൂൾ തലം മുതൽ കളിച്ച് ജില്ലയിൽ കളിച്ചിട്ടാണോ? ജില്ലയിൽ കളിച്ചിട്ടാണ്. അതായത് ഒരു സ്റ്റേറ്റിലെത്തുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഗ്രൂപ്പ് ഈവൻസും ഒക്കെ സബ് ഡിസ്ട്രിക്റ്റ് കാണും ഒരു റൗണ്ട്, ദെൻ സെക്കൻഡ് റൗണ്ട് ഡിസ്ട്രിക്റ്റ്, തേർഡ് റൗണ്ടാണ് സ്റ്റേറ്റ് എത്തുക. 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ്. സെയിം കൊറിയ. പക്ഷെ അന്നൊന്നും ഇത് വന്നില്ലായിരുന്നല്ലോ, വാർത്തയായില്ല. വാർത്ത വന്നിട്ടില്ല. പിന്നെ വാർത്ത വരാഞ്ഞ നന്നായി എന്നാണ് തോന്നുന്നത്. കാര്യം സ്റ്റേറ്റിൽ അത് ഫ്രഷ് ആയിട്ട് കൊണ്ട് ഇറക്കാൻ പറ്റുമ്പോൾ പിന്നെ ഉണ്ടല്ലോ, അത് നല്ലൊരു സമയത്ത് കളിക്കാൻ പറ്റി. അതൊരു 20-25 ടീമുകളൊക്കെ കാണും. ഒരു ആദ്യത്തെ 3 എണ്ണത്തിൽ ഞങ്ങൾ സ്റ്റേജ് കളിച്ചു. പിന്നെ ആ സമയത്ത് അവിടെ ഫുള്ള് ക്രൗഡ് ഉണ്ടായിരുന്നു. വാർത്താ ചാനൽ സ്റ്റേറ്റ് കലോത്സവം തുടങ്ങിയ ദിവസമായിരുന്നു. ഒരുപക്ഷെ ആ 3ാമത് കളിച്ചത് ഞങ്ങൾ ഒരു 23ാമതായിരുന്നെങ്കിൽ അത് ആരും കാണാണ്ടായിപ്പോയേനെ. അപ്പം ആ ടൈമിൻ്റെതാണ്. ഇതിലും നല്ല പിന്നെ കൊറിയോസ് എൻ്റെ കാർമൽ സ്കൂളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനായിരുന്നു വൈറലാവാൻ വേണ്ടിയിട്ടുള്ള യോഗം. അതല്ലേ മറ്റേ ഈ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പനെ മനസ്സിൽ കണ്ട് എഴുതിയതാണല്ലോ. ഗുരുവായൂരപ്പനെ പോയി കാണുകയോ എടുക്കുകയോ നന്ദി പറയുകയൊക്കെ ചെയ്തോ? ഗുരുവായൂരപ്പനില്ലല്ലേ എന്നെ കേട്ടത്തിൽ ഞാനവിടെ പോയിട്ട് ഇനി അടുത്ത വിവാദമാകും. അവിടെ ഗുരുവായൂരപ്പന് ജോമറ്റൊന്നും യേശുദാസൊന്നും ഇല്ല അല്ലേ? അപ്പം അല്ല, ഗുരുവായൂരപ്പനല്ല, കമ്മിറ്റിക്കാർക്ക്. അതായത് ഗുരുവായൂരപ്പൻ ഒരിക്കലും ഇല്ല. എനിക്കിപ്പം ഗുരുവായൂരപ്പനോട് നന്ദി പറയണമെങ്കിൽ ഇവിടെ ഇരുന്നാണെങ്കിലും പറയാം. ഞാൻ ആക്ച്വലി ഇത് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയില്ല. ഇനി അവിടെ ചെന്ന് അവരുടെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ, നമ്മളത് മോശമാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അവരുടെ മതത്തിൻ്റെതായ മേ ബി ഇനി വരും കാലങ്ങളിൽ മേ ബി എല്ലാവർക്കും വേണ്ടി ഈശ്വരൻ ആർക്കും ഒരു ടിപ്പിക്കൽ ആളുകൾക്കുള്ളതാണെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലായിടത്തും ഉണ്ട്, ഒമ്നി പ്രസന്റ് ആണെന്ന് കരുതുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് നന്ദി പറഞ്ഞാലും ഗുരുവായൂരപ്പൻ അത് കേൾക്കും. അതുകൊണ്ടാണല്ലോ ദൈവം എന്ന് പറയുന്നത്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഡിഫറൻസ് അതാണല്ലോ. അപ്പം എന്തെങ്കിലും കാലത്ത് ഗുരുവായൂർ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗുരുവായൂർ എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ആയാൽ ഡെഫിനറ്റ്ലി ഞാൻ അവിടെ പോയി മൂപ്പരെ ഡയറക്റ്റ് കണ്ട് താങ്ക്സ് പറയും. അവിടെ ഒരു പിന്നെ അന്യമതസ്ഥർക്ക് കയറാൻ പറ്റത്തില്ല എന്നുള്ള പ്രോട്ടോകോൾ ഉള്ളിടത്തോളം കാലം എനിക്ക് അവിടെ പോയിട്ട് അത് മലിനമാക്കണമെന്നില്ല. ഒരു മതത്തെയും ഇതാക്കണമെന്നോ. അത് അന്യമതസ്ഥർ കയറിയ മലിനമാകില്ല, അത് ഓരോരുത്തരുടെ മനസ്സാണ്. അതാണ് ആ ചിന്താഗതി മാറുന്നിടത്തോളം പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ യേശുദാസ് ആണെങ്കിലും കേറിയിട്ടില്ല. അതല്ലാതെ വേണമെങ്കിൽ എനിക്ക് ഒളിച്ച് കയറാം. ഒളിച്ച് കയറിയ മേ ബി അറിയണം എന്നില്ല. പക്ഷെ അത് അങ്ങനെ അല്ലല്ലോ. തീർച്ചയായും അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരും ഓരോ കൾച്ചറാണ്. നമ്മൾ ആ കൾച്ചറിനെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്താണെങ്കിലും ജോമറ്റെ പുതിയ ഇതൊക്കെ ആയിട്ട് ഇനിയും വൈറലായിട്ട് അല്ലെങ്കിൽ പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരിക, പൊളിച്ചെഴുത്ത് മാറ്റങ്ങളൊക്കെ ആരെങ്കിലും കൊണ്ടുവരട്ടെ എന്നല്ല, നമ്മളിൽ നിന്നും തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് ചെയ്തതിന് വലിയ ഹാറ്റ്സ് ഓഫ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നതിൽ കുറച്ച് നേരം സംസാരിച്ചതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഓക്കെ ശരണ്യ, ഇത് റിയൽ മീഡിയ. ഞാൻ പറഞ്ഞ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു. ചിലർ ട്രിവാൻഡ്രം വന്ന് എടുത്തിരുന്നു ലാസ്റ്റ് വീക്ക്. പക്ഷേ എനിക്ക് ഒരുപാട് ഒരു പേഴ്സണൽ സ്പേസ് കിട്ടി സംസാരിക്കാൻ. താങ്ക്സ് എ ലോട്ട്. ഇനിയും എന്നെ പോലെയുള്ള എന്താ പറയുക അപ്കമിങ് ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരുപാട് കേരളം നല്ല മലയാളികളുള്ള എല്ലായിടത്തും ശരണ്യയുടെ സ്റ്റുഡിയോയും റീലുകളും എല്ലാം വൈറലാവട്ടെ, നല്ല റീച്ച് ലഭിക്കട്ടെ. താങ്ക് യു.